അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, അധിക വീടുകളിലും ഉള്ള ഒരു പ്രയാസമാണ് ശൈത്വാനിയത്ത്. ശൈത്വാന് ഒരു വീട്ടിൽ സ്വാധീനം ചെലുത്തിയാൽ, ഒരു വീട്ടിൽ ശൈത്വാന് താമസമാക്കിയാൽ ആ വീട്ടിൽ ഒരിക്കലും സമാധാനമുണ്ടാകൂല. എപ്പോഴും പ്രയാസങ്ങളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും, തീരാത്ത രോഗങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ആ വീട്ടിൽ ഒരു ബർക്കത്തും ഉണ്ടാകൂല. അപ്പൊ നമ്മുടെ വീടുകളിൽ ശൈത്വാനിയത്തിനെ ആട്ടി ഓടിക്കാൻ, ശൈത്വാനിന്റെ സ്വാധീനം ഇല്ലാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഒരു സൂറത്ത് ഓതാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ആ സൂറത്ത് നാം എല്ലാ ദിവസവും മുടങ്ങാതെ പാരായണം നടത്തിയാൽ നമ്മുടെ വീട്ടിൽ ഒരിക്കലും ശൈത്താന് കയറൂല. ഏതാണ് ആ സൂറത്ത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, ലാ തജഅലൂ ബുയൂതകും മഖാബിറ, നിങ്ങളെ വീടുകളെ ശ്മശാനമാക്കരുത്, ഖബർസ്ഥാനിയാക്കരുത്. ഇന്ന ശൈത്വാന, തീർച്ചയായും ശൈത്വാന് യൻഫിറു, ഓടിക്കളയും, ഓടിപ്പോകും, മിനൽ ബൈത്ത്, ഒരു വീട്ടിൽ നിന്ന്. അല്ലദീ, എങ്ങനെയുള്ള വീടാണ്? തുഖ്റഉ ഫീഹി, ആ വീട്ടിൽ ഓതുന്നുണ്ട്, ആ വീട്ടിൽ പാരായണം നടത്തുന്നു സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം നടത്തുന്ന വീടുകളിൽ ശൈത്താൻ ഉണ്ടാകൂല, ഓടിപ്പോകുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിച്ചത്. നമ്മുടെ വീടുകളിൽ പതിവായി ഓതുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ, വാഖിഅ, അതുപോലെ തന്നെ തബാറക, സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ ബഖറ ഓതുന്ന വീടുകൾ വളരെ കുറവാണ്. അപ്പൊ നമ്മുടെ വീടുകളിൽ ശൈത്വാനിയത്തിന്റെ ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും നാം സൂറത്തുൽ ബഖറ ഓതണം. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ കൂടിയാൽ 1 മണിക്കൂർ നാം സമയം കണ്ടെത്തിയാൽ, മഗ്രിബ് നിസ്കാരം മുതൽ ഇശാ വരെ നാം സമയം കണ്ടെത്തിയാൽ നമുക്ക് സൂറത്തുൽ ബഖറ ഓതാം. സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ എപ്പോഴും സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും, ബർക്കത്തുണ്ടാകും. കാരണം സൂറത്തുൽ ബഖറയിൽ, പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട 2 ആയത്തുകൾ സൂറത്തുൽ ബഖറയിലുണ്ട്. ആയത്തുൽ കുർസിയും അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്തുള്ള അവസാനമുള്ള 2 ആയത്തുകൾ. അതിന്റെ മഹത്വങ്ങൾ ധാരാളം എമ്പാടും പറയാനുണ്ട്. ഇദാ ആവൈത ഇലാ ഫിറാശിക, നിങ്ങളുടെ വിരിപ്പിലേക്ക് നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ, ഉറങ്ങാൻ പോകുമ്പോൾ, ഫഖറ ആയത്തുൽ കുർസ്, ആയത്തുൽ കുർസി നിങ്ങൾ ഓദിക്കുക. വലാ യഖറബുക ശൈത്വാനുൻ ഹത്താ തുസ്ബിഹ, സുബ്ഹി വരെ നിന്നെ ഒരു ശൈത്താനും നിന്റെ അടുത്ത് വരൂല. അധികം ആളുകൾക്കും ഉറക്കിൽ എന്തെല്ലാം സ്വപ്നം കാണുന്നുണ്ട്, പേടിപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന പല സ്വപ്നങ്ങളും കാണുന്നുണ്ട്. ആയത്തുൽ കുർസി ഓതിയാൽ ശൈത്വാനിയത്ത് നമ്മെ പല നിലക്കും നമ്മെ വിഷമിപ്പിക്കുന്ന സ്വപ്നങ്ങൾ നമ്മെ ശൈത്താന് കാണിക്കാറുണ്ട്. അപ്പൊ ആയത്തുൽ കുർസി ഓതുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ശൈത്താനും അടുക്കൂല. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ഫമൻ ഖറഅ ആയത്തുൽ കുർസി, ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ ഖബല നൗമി, ഉറങ്ങുന്നതിന്റെ മുമ്പ് ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ കാന ഫീ ഹിഫ്ളില്ലാഹി തആല, അല്ലാഹുവിന്റെ ഹിഫ്ളിലാണ്, അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവലിലാണ് അവനുള്ളത്. മിനശ്ശൈത്വാനി, ശൈത്വാനിൽ നിന്ന് വലിയ കാവൽ അവനിക്ക് ലഭിക്കും. ഹത്താ യസ്തയഖിള, അവൻ ഉണരുന്നതുവരെ. അപ്പോ ഉറങ്ങുന്നതിന്റെ മുമ്പ് ആയത്തുൽ കുർസി ഓതിയ അവനിക്ക് ശൈത്താൻ അവന്റെ അടുക്കൂല. മൻ ഖറഅ ആയത്തുൽ കുർസി ദുബ്റ കുല്ലി സ്വലാത്തിൻ മക്തൂബ, എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലാ അൻ യമൂത്, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ തടസ്സം നിൽക്കുന്നത് മരണം മാത്രമാണ്. മരിച്ചാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിർ സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത് ആരെങ്കിലും ഒരു രാത്രിയിൽ ഓതിയാൽ കഫതാഹു, അവനിക്ക് ആ ആയത്ത് തന്നെ മതി, അവനിക്ക് സംരക്ഷണം നൽകാൻ, അവനിക്ക് എല്ലാ നിലക്കും അവനെ കാവല് നിൽക്കാൻ ഈ ആയത്ത് മതി എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചത്. ഫഹാദിഹി സൂറത്തു,
ഈ ബഖറ എന്നുള്ള സൂറത്ത് ബിഫളില്ലാഹി അല്ലാഹുവിന്റെ ഫളിൽ കൊണ്ട് തഖൂനു ഹാമിയത്തുൻ അത് വലിയ കാവലാണ് ലിഖാരിഹി അത് പാരായണം നടത്തുന്ന ആളുകൾക്ക് മിന സിഹിർ അടുക്കൂല വൽ മസ് ശൈത്വാൻ അയാളെ തൊടൂല വൽ ഐൻ അതുപോലെ തന്നെ കണ്ണീറുണ്ടാകൂല. അപ്പോ സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ ശൈത്താൻ ഉണ്ടാകൂല, ശൈത്താൻ വരൂല, അതുപോലെ തന്നെ കണ്ണീർ ബാധിക്കൂല, അതേപോലെ തന്നെ സിഹിർ ഏൽക്കൂല. നമ്മിപ്പോ അധിക വീടുകളിലും അധിക ആളുകളും വലിയ പ്രയാസമാണ് കണ്ണീരും സിഹറും ശൈത്വാനിയത്തും. ഈ 3 വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സൂറത്തുൽ ബഖറ ഓതുന്ന ആളുകൾക്ക് വലിയ കാവലാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ബഖറ നമ്മുടെ വീടുകളിൽ പതിവായി പാരായണം നടത്തണം. വലിയ കാവലാണ് ശൈത്വാനിയത്ത്, സിഹർ, കണ്ണീർ പോലെയുള്ള വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്ന് വലിയ ഹിഫ്ള് നൽകുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ബഖറ. റബ്ബ് സുബ്ഹാനഹു വ തആല പാരായണം നടത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.